ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മി സീന ഉബൈദ്. ഇന്ന് നമ്മൾക്ക് ഉഴുന്ന് ചേർക്കാതെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയതും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബൻദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ഉലുവ കൂടി വേണം. ഇത് നമ്മൾ ഒരു 4-5 മണിക്കൂറൊന്ന് കുതിരാൻ വെക്കണം. നല്ലപോലെ കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ നമ്മൾക്കിത് കുതിരാൻ വെക്കാം. അരിയും ഉലുവയും ഒന്നിച്ച് വേണം ഇട്ട് വെക്കാൻ. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് എടുത്തിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ബണ്ണപ്പട്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റിയാണ്, ഫ്ലഫി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്തിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് 2 തവണ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അരിയും ഉലുവയും കൂടിയാണ് മിക്സ് നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ഇഡ്ഡലീൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു കട്ടിയിൽ വേണം നമ്മൾക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഫസ്റ്റ് ഒന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചും കൂടി അങ്ങനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അടുത്ത ബാച്ച് ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടെടുത്ത് കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളെ ഫാമിലിയിലേക്ക് പുതിയ ഫ്രണ്ട്സുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതാ ചോറും തേങ്ങയും ഈസ്റ്റും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഞാൻ ഈ മാവ് ആട്ടി വെക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് തലേ ദിവസം തന്നെ ഇത് അങ്ങനെ കൂട്ടി വെക്കണം മാവ്. പിന്നെ നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഇതാക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു മടിയും വേണ്ട കൈ വെച്ചിട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്യാൻ. നമ്മളെ കൈയിൻ്റെ ഒക്കെ ആ ഗുഡ് ബാക്ടീരിയ ഒക്കെ ആകുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു അപ്പം കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം ഇതങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇത് രാവിലെ തന്നെ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ മാവൊക്കെ നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അരി ആട്ടുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു 10-15 മിനിറ്റ് ഒന്നുകൂടി ഇതങ്ങനെ അടച്ച് വെക്കണം. ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. അപ്പോൾ നമ്മൾ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് നല്ല സൂപ്പർ അപ്പം തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ആ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട്. അതൊന്ന് നമ്മൾക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊരു 10 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉഴുന്ന് ഇട്ടെടുത്ത് ഉഴുന്നൊന്ന് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കടുക് കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില അങ്ങനെ ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കണൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സവാളയും പച്ചമുളകും ഒക്കെ ഇപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഫ്രൈ ആയി നല്ല ഒന്ന് ഗോൾഡൻ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ നമ്മൾക്ക് ഇത് നമ്മളെ മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് നമ്മളെ അപ്പച്ചട്ടി ഉണ്ടല്ലോ, വെള്ളപ്പമൊക്കെ ചുടുന്ന ഒരു ചട്ടിയില്ലേ, ആ ഒരു ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ചൂടായിട്ടുണ്ട് ചട്ടി. ആദ്യം തന്നെ നല്ല ഫ്ലെയിമിലിട്ട് നല്ല ചട്ടി ചൂടാക്കി കൊടുക്കുക. ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്കൊന്ന് അത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നല്ലൊന്ന് മുരിഞ്ഞ് കിട്ടാനാണ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഞാനൊരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ കുറേ നേരം ഒന്നും വെക്കണ്ട കേട്ടോ, 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ അതാ നമ്മളപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഞാനതാ വീണ്ടും ഒന്ന് തുറന്ന് അത് അപ്പം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബണ്ണപ്പം ഇതാ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് സ്പോഞ്ച് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഓരോ അപ്പം അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചട്നിയോ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ വെജിറ്റബിൾ എന്തെങ്കിലും കറികളോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത തവിയും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇതാ വീണ്ടും അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് അതിലേക്ക് വെളിച്ചെണ്ണ അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആക്കി അതുപോലെ പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും പിന്നെ അത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടി വെക്കരുത്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ മാത്രം ഫ്ലെയിം കൂട്ടിയാൽ മതി. പിന്നൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഈസ്റ്റ് ചേർക്കാതെ ഈ ഒരു അപ്പം ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉഴുന്നൊന്നും ചേർക്കാതെ അരിയും ചോറും തേങ്ങയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ബണ്ണപ്പം എല്ലാം അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് നല്ല എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇത് കണ്ടില്ല, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടില്ല, അറിയണില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.